ഹായ് എവരി വൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയതായിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് വന്നിട്ടുള്ള ജോലി അവസരത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. ആർക്കൊക്കെയാണ് അവസരം വന്നിട്ടുള്ളത്, ഏതൊക്കെ ഒഴിവുകളിലേക്കാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസൊക്കെ നോക്കാം. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. ടിക്കറ്റ് ക്ലർക്ക്, അതുപോലെ ഗുഡ്സ് ട്രെയിൻ മാനേജർ, സ്റ്റേഷൻ മാസ്റ്റർ, അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ്, ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തുടങ്ങി വിവിധ തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത്. നിങ്ങൾക്ക് മിനിമം +2 ഉള്ളവർക്ക് മുതൽ അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. 11,558 ഒഴിവുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ്. ഒക്ടോബർ 31 വരെ നിങ്ങൾക്ക് ഓൺലൈനായി ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ സാലറി റേഞ്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇപ്പോൾ ഓരോ കാറ്റഗറിക്കാർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ശമ്പളമായിരിക്കും ലഭിക്കുക. എന്തായാലും 29,200 രൂപ മുതൽ 35,400 രൂപ വരെ സാലറി ലഭിക്കുന്ന ഒഴിവുകളാണ് കേട്ടോ നേരത്തെ പറഞ്ഞത്. അതുപോലെ പ്രായപരിധി അടുത്തതായിട്ട് നോക്കാം. ഇപ്പോൾ അതുപോലെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നോക്കാം. അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ള അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 18 മുതൽ 33 വയസ്സ് വരെയാണ് ലിമിറ്റ്. അതുപോലെ ഗ്രാജുവേറ്റ് പോസ്റ്റാണ് PG അല്ലെങ്കിൽ ഡിഗ്രിയെക്കാട്ടിലും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള തസ്തികയിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധി ഉണ്ട്. മറ്റ് സംവരണ വിഭാഗക്കാർക്ക് വയസ്സിളവുകളും ഉണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയാണ് ഓരോ കാറ്റഗറിക്കാർക്കും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടിക്കറ്റ് സൂപ്പർവൈസർ കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർക്കും ഗുഡ്സ് ട്രെയിൻ മാനേജർക്കും ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉള്ളവരായിരിക്കണം. അതുപോലെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അംഗീകൃത ഡിഗ്രിയുടെ കൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ ഒരു ടൈപ്പിംഗ് പരിജ്ഞാനം കൂടി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ആ ഒരു കാറ്റഗറിക്കാർക്കും ഇംഗ്ലീഷ് ഡിഗ്രിയുടെ കൂടെ ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ടൈപ്പിംഗ് വിജ്ഞാനം ഉണ്ടായിരിക്കണം. അതുപോലെ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ടിക്കറ്റ് ക്ലർക്കിന് വേണ്ടി നിങ്ങൾക്ക് +2 ഉണ്ടായിരിക്കണം. അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്ക് ടൈപ്പിസ്റ്റ്, അതിനും ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റിന് ഒക്കെ +2 അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ട്രെയിൻ ക്ലർക്കിനും ഈ ഒരു വിദ്യാഭ്യാസം തന്നെയാണ് വേണ്ടത്. അതുപോലെ അപേക്ഷാ ഫീസ് ഓൺലൈനായി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ കൂടെ അടക്കാം. ജനറൽ EWS OBC കാറ്റഗറിക്കാർക്ക് 500 രൂപയും SC/ST കാറ്റഗറിക്കാർക്ക് അതുപോലെ സ്ത്രീകൾക്കെല്ലാം 250 രൂപയുമാണ്. അതുപോലെ തന്നെ ഈ അപേക്ഷ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒക്ടോബർ 31 മുമ്പായിട്ട് ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് മുഖേന ഓൺലൈനായി അപേക്ഷ നൽകാം, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇനിയും ഇതിനെക്കുറിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇന്ത്യൻ റെയിൽവേയിൽ വന്നിട്ടുള്ള അവസരം നിങ്ങൾ തീർച്ചയായും ഉപയോഗപ്പെടുത്തുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ താങ്ക് യു.